അൻവറിനെ സ്വാഗതം ചെയ്ത ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്ന് സൂചിപ്പിച്ചാണ് ബോർഡുകൾ. ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങുമെന്ന് അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, റിയാസിനെതിരെ മത്സരിക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടത്തിൽ PV അൻവറിന്റെ ഏറ്റവും വലിയ ആവശ്യം. അതിന് ഇപ്പോൾ അനുയായികളും പിന്തുണയ്ക്കുകയാണെന്ന് തോന്നുന്നു. ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അസോസിയേറ്റ് അംഗമായി സാധ്യതയുണ്ടോ? ആര്യ, ഇനി അത്തരം PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ വേണ്ടി UDF തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഏത് മണ്ഡലത്തിൽ PV അൻവർ മത്സരിക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൂട്ടലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിലയിരുത്തലുമാണ് വരുന്നത്. പ്രധാനമായും ഈ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേപ്പൂരിൽ നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞതാണ്. ബേപ്പൂരിൽ പിണറായിക്കെതിരെ പിണറായിയുടെ മരുമകനെതിരെ എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. മരുമകനെതിരെ മത്സരിക്കാൻ വേണ്ടി ബേപ്പൂരിൽ താൻ പോകും, താൻ ഇറങ്ങും, മത്സരത്തിന് ഇറങ്ങും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ബേപ്പൂരിൽ ഇപ്പോൾ PV അൻവറിനെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ നിരന്നിരിക്കുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും അൻവറിന്റെ പാർട്ടി ഭാരവാഹികളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് തങ്ങളുടെ അറിവോട് കൂടിയല്ല ഇത്തരം ഒരു ബോർഡുകൾ വന്നിട്ടുള്ളത്. അവിടെയുള്ള UDFന്റെ പ്രവർത്തകർ അൻവർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പൊതുജനങ്ങൾ വെക്കുന്ന ബോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് അൻവറിന്റെ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന നടത്തുന്ന വിശദീകരണം. ഏതായാലും അത്തരം ബോർഡുകൾ ബേപ്പൂരിൽ ഇപ്പോൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിൽ അൻവർ മത്സരിക്കാൻ വേണ്ടി പരിഗണിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ മത്സരിക്കാൻ വേണമെന്ന്, സീറ്റ് വേണമെന്ന് UDFനോട് ഒരുപക്ഷെ പറയാൻ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ബേപ്പൂർ. കാരണം മുഹമ്മദ് റിയാസ് അവിടെ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അൻവർ ഈ LDFനെതിരെ CPM നേതാക്കൾക്കെതിരെ ആരോപണമായി രംഗത്ത് വരുന്ന തുടക്കത്തിൽ തന്നെ പിണറായിക്കൊപ്പം മുഹമ്മദ് റിയാസിനെതിരെയും മന്ത്രിക്കെതിരെയും കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആരോപണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകിച്ചും ഈ റിയാസിനെതിരെ ഒരു പ്രസ്റ്റീജ് മണ്ഡലം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോരിനിറങ്ങുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു നീക്കവും അൻവറിന്റെ ഭാഗത്തു നിന്ന് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 1300ഓളം വോട്ടുകൾക്ക് മാത്രമാണ് റിയാസ് അവിടെ വിജയിച്ചത്. LDF അവിടെ ലീഡുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ തനിക്ക് അത് അട്ടിമറിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയൊക്കെ അൻവറിനുണ്ട്. പക്ഷേ അത് ഒരു ബേപ്പൂർ തന്നെ PV അൻവർ മത്സരത്തിനിറങ്ങും അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുമില്ല. അൻവറിന്റെ ക്യാമ്പുകൾ ഒരുപക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തവനൂരാണ്. തവനൂരിൽ സീറ്റ് ലഭിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ UDFുമായി ചർച്ച നടത്താനുള്ള ആലോചനകളൊക്കെ ഉണ്ട്. ഏതായാലും പ്രാഥമികമായും ഇപ്പോൾ ബേപ്പൂരിൽ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബോർഡുകൾ വന്നിരിക്കുന്നു. അൻവർ മത്സരിക്കുന്ന സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ അതുമായി അതിനെ ചുവടുപിടിച്ച് ഇനി തുടരുകയും ചെയ്യും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.